പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സാഹോദര്യം എന്നത് ഒരേ കുടുംബത്തിൽ ജനിച്ചവർ തമ്മിലുള്ള ബന്ധം മാത്രമല്ല, മറിച്ച് എല്ലാ മനുഷ്യരോടും സ്നേഹവും കരുണയും കാണിക്കുന്ന മനോഭാവമാണ്. വിശുദ്ധ ഖുർആനിൽ 49-ാം അധ്യായം സൂറത്തുൽ ഹുജറാത്തിൽ അള്ളാഹു പറയുന്നു, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ ഫഅസ്ലിഹു ബൈന അഖ്വൈക്കും വത്തഖുല്ലാഹ ലഅല്ലക്കും തുർഹമൂൻ. സത്യവിശ്വാസികൾ പരസ്പരം സഹോദരന്മാരാകുന്നു. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ രണ്ട് സഹോദരങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുക, അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കാം. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് ഐക്യവും സ്നേഹവും പരസ്പര സഹായവും വിശ്വാസികൾക്കിടയിൽ ഉണ്ടാവണം. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം വലിയ ശത്രുതയിലേക്ക് എത്തിക്കാതെ സാഹോദര്യത്തോടെ പരിഹരിക്കാം. ഒരു സത്യവിശ്വാസി മറ്റൊരു സഹോദരന്റെ സുഖത്തിലും ദുഃഖത്തിലും പങ്കുചേരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. ഒരാൾ തനിക്ക് ഇഷ്ടപ്പെടുന്നത് തന്റെ സഹോദരനും ഇഷ്ടപ്പെടുന്നവരെ പൂർണ്ണ വിശ്വാസിയാകുകയില്ല എന്ന്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പല ചെറിയ അഭിപ്രായ പ്രശ്നങ്ങളും ഉണ്ടായാൽ അത് വലിയ ഒരു പിളർപ്പിലേക്കാണ് എത്തിക്കുന്നത്. ഒരു ആള് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അവന്റെ ആ തെറ്റ് ഇങ്ങനെ ചുഴഞ്ഞ് അന്വേഷിച്ച് അവനെ ആക്ഷേപിക്കാതെ സൗമ്യമായി അവനോട് സംസാരിച്ച് അവന്റെ തെറ്റ് തിരുത്തുകയും അവനെ സഹായിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ചില ആളുകള് മറ്റുള്ളവരുമായി സൗഹൃദം പുലർത്തുന്നത് ജാതി, മതം, വർഗം, ഭാഷ, സാമ്പത്തിക സ്ഥിതി എന്നിവ നോക്കിക്കൊണ്ടാണ്. എന്നാൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് എല്ലാ മനുഷ്യരും ഒരേ സൃഷ്ടാവിന്റെ സൃഷ്ടികളാണെന്നും പരസ്പരം ബഹുമാനിക്കണമെന്നുമാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ സാഹോദര്യം എന്ന് പറയുന്നത് വെറും വാക്കുകളിൽ ഒതുക്കിയാൽ മാത്രം പോരാ. വിശക്കുന്നവനെ ഭക്ഷിപ്പിക്കുകയും വിഷമിക്കുന്നവനെ ആശ്വസിപ്പിക്കുകയും രോഗികളെ സന്ദർശിക്കുകയും ആവശ്യക്കാരനെ വേണ്ടത് കൊടുക്കുകയും ചെയ്യണം. നമ്മുടെ കുടുംബങ്ങളിലും സമൂഹത്തിലും നമ്മൾ ഐക്യവും സമാധാനവും പ്രചരിപ്പിച്ചുകൊണ്ട് നമ്മൾ മുന്നേറുക. അങ്ങനെ നമുക്ക് അള്ളാഹുവിന്റെ പ്രീതിയും അനുഗ്രഹവും കരസ്ഥമാക്കാം. അള്ളാഹു നമ്മളെ എല്ലാവരെയും സാഹോദര്യം പ്രചരിപ്പിക്കുന്നവരുടെ കൂട്ടത്തിലും സാഹോദര്യം പ്രവർത്തിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.